പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കും. കേരളത്തിലെ NDA മുന്നണി അതിശക്തമായിട്ട് മുന്നേറുന്നു എന്ന് കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികളും സമ്മതിക്കുന്നുണ്ട്. അത് പരസ്യമായി തന്നെ അക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും BJP കടന്നുകയറ്റം നടത്തി എന്നാണ് പറയുന്നത്. ആ വോട്ടുകളൊക്കെ തിരിച്ച് എങ്ങനെ പിടിക്കാമെന്നും ഏത് തരത്തിൽ വർഗീയ പ്രീണനം നടത്തി വോട്ടുകൾ എന്നുള്ളതുമാണ് LDFും UDFും തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ആലോചനയ്ക്കിടയിലൂടെ NDA മുന്നണി കേരളത്തിൽ സർവവ്യാപിയായി തീരുകയാണ്. തിരുവനന്തപുരത്ത് അതിപ്രധാനമായ നോട്ടം, അതിലും അതിപ്രധാനമായ നോട്ടമാണ് തൃശൂർ ജില്ലയിൽ BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലം ചെന്നെത്തിയത്. പലരും പ്രഡിക്റ്റ് ചെയ്തു സുരേഷ് ഗോപി പരാജയപ്പെടും, 3ാം സ്ഥാനത്തേക്കായിരിക്കും എന്നുള്ളത്. VS സുനിൽകുമാറിന്റെ വിജയമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോവുക എന്നുള്ളതും പറഞ്ഞു. പക്ഷേ പലരുടെയും പ്രവചനത്തെ തെറ്റിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്ന 76,000-ലേക്കാണ് എത്തിയത്. ഇത് BJP നിലനിർത്താനാണ് ശ്രമം. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ 29 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ ഭൂരിപക്ഷത്തോടുകൂടി ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു പോവുക എന്നല്ല അർത്ഥം. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുക. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു 4 ഇടങ്ങളിലെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയണം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തിൽ നിന്നും ആയിരിക്കും BJPക്ക് ഒരു വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത് എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു 4 സീറ്റും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു 4 സീറ്റുമാണ്. പിന്നീട് മറ്റു പലയിടങ്ങളിൽ നിന്നുമായിട്ട് 3ഓ 4ഓ സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട്. ചാത്തന്നൂരായാലും അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നും ഇങ്ങനെ വരുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 11-12 മണ്ഡലങ്ങളിൽ BJPക്ക് നേട്ടം കൊയ്യാം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ തൃശ്ശൂരിലെ കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളോട് തൃശൂർ നഗരസഭയ്ക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. തൃശൂർ നഗരസഭയും കൂടി BJPയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തൃശൂരിന് വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാകും എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ നാളുകളിൽ തൃശൂരിൽ വെച്ച് പറഞ്ഞത്. തൃശൂര് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ആ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള ആ മഹിമ പകിട്ട് നിലനിർത്തിക്കൊണ്ട് അതിനെ പലതരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ബ്രാൻഡാണ് ഈ തൃശൂർ പൂരം എന്നുള്ളത്. വിദേശികൾ ധാരാളം എത്തുന്നത് പൂരം കാണുന്നതിന് വേണ്ടിയാണ്. പൂരത്തിന്റെ മഹത്വം, അതുപോലെ തന്നെ ഓണനാളുകളിൽ 4 ഓണനാളുകളിൽ തൃശൂർ റൗണ്ടിൽ ഇറങ്ങുന്ന പുലികളി, ഇതൊക്കെ തന്നെ കൂടുതൽ പേരെ ആകർഷിക്കാൻ, പുലിയുടെ അതിൻ്റെതായ ചില തനത് ചുവടും നൃത്തവും എല്ലാം കൂടി താളവും എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള തൃശൂരിന്റെ ആ ഒരു സാംസ്കാരിക മഹിമ നിലനിർത്തിക്കൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അവിടെ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇതെന്തായാലും കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം എന്നുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ചില ലോക്സഭാ മണ്ഡലങ്ങളെ ക്ലാസുകളായിട്ട് തിരിച്ചിരുന്നു.
എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ഇങ്ങനെ തിരിച്ചിരുന്നു. ഒരു 6 എ ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂര്, അവിടുത്തെ അതുപോലെ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒരിക്കലും എ ക്ലാസ് മണ്ഡലത്തിൽ അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി അത് എ ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലും തൃശ്ശൂരും തിരുവനന്തപുരവും ആലപ്പുഴ ജില്ലകളിലാണ് BJPക്കും നോട്ടമുള്ളത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ കായംകുളം BJPയുടെ കൈപ്പിടിക്കുള്ളിൽ എത്തിക്കാം എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ BJPക്ക് ഇതിനകത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നുള്ളതാണ്. അത് പഞ്ചായത്ത് തലം മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എ ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളത് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ആ സ്ഥാനാർത്ഥികൾക്കറിയാം, അവർക്ക് കൃത്യമായിട്ടുള്ള അറിവ് കൊടുത്തിരിക്കുകയാണ്. ഇന്നാരായിരിക്കും മത്സരിക്കുക, സാധ്യത പട്ടികയിലുള്ളവർ. അവരോട് ആ മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിച്ചുകൊള്ളാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവില് നടൻ കൃഷ്ണകുമാർ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് മുരളീധരനായിരിക്കും. ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടോ ആയിരിക്കും മത്സരിക്കുക. തൃശ്ശൂരിലെ 6 ഇടങ്ങളിൽ, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 6 ഇടങ്ങളിലാണ് സുരേഷ് ഗോപി 1-ാം സ്ഥാനത്തെത്തിയത്. ഗുരുവായൂരിൽ മാത്രമാണ് 2-ാം സ്ഥാനത്തായി പോയത്. അതുപോലെ BJPയുടെ ഉയർന്ന നേതാക്കൾ ഏതെല്ലാം മണ്ഡലങ്ങളിലായിരിക്കും മത്സരിക്കുക എന്നുള്ളതിന്റെ ഏകദേശ ധാരണ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയില് PK കൃഷ്ണദാസ് ആയിരിക്കും. കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തില് കാട്ടാക്കട BJP 1-ാം സ്ഥാനത്താണ് എത്തിയത്. അതുപോലെ തന്നെ കോവളത്ത് അഡ്വക്കേറ്റ് സുരേഷ് ആയിരിക്കും മത്സരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ BJP ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകേണ്ടതെന്നുള്ളതും മുമ്പോട്ട് അതിന്റെ വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഷോൺ ജോർജിനെ പോലുള്ളവർ, അതായത് അനൂപ് ആന്റണി തിരുവല്ലയിലായിരിക്കും മത്സരിക്കുക. ഷോൺ ജോർജ് പാലയിലോ പൂഞ്ഞാറിലോ മത്സരിക്കും എന്നാണ് അറിയുന്നത്. PC ജോർജ് ഒരുപക്ഷെ മത്സരിക്കാതെ മാറി നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും സ്ഥാനങ്ങളായിരിക്കും അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയും കാണുന്നത്. കാരണം ഈ BJPക്ക് അകത്ത് ചില ക്രൈസ്തവ മുഖങ്ങളുണ്ട്. ആ ക്രൈസ്തവ മുഖങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ഇടങ്ങളിൽ BJPക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം. മുന്നേറ്റം എന്ന് പറഞ്ഞാൽ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ വോട്ട് വിഹിത വർധനവെന്നുള്ളത് ഇനിയും BJPയുടെ ഒരു അജണ്ടയിൽ ഇല്ല. വിഹിത വർധനവെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വർധനവിലേക്ക് മാറണം. അത്തരത്തിലേക്കാകണം കാര്യങ്ങൾ. അല്ലാതെ ഇനിയും ഇങ്ങനെ പഴയതുപോലുള്ള വോട്ട് വിഹിത വർധനവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു കണക്കുകൂട്ടൽ ഏതാണ്ട് ഒരു 10 മുതൽ 12 സീറ്റ് വരെ BJP നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് BJPയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ആയിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ BJPക്ക് ഒരു വലിയ വെച്ചടി കയറ്റം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മറ്റു മുന്നണികൾ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ പിൻവലിയാനുള്ള സാധ്യത പോലുമാണ് കാണുന്നത് അക്കാര്യത്തിൽ.